പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് CPM മേധാവിത്വത്തിൽ നിന്ന് തിരിച്ചുപിടിക്കുന്നത്. അതിലെ അസഹിഷ്ണുതയാണ്, UDF തിരിച്ചുപിടിച്ചതിന്റെ അസഹിഷ്ണുതയാണ്. വ്യാപകമായ അക്രമമായിരുന്നു ഇന്നലെ പെരിന്തൽമണ്ണയിൽ. ലീഗ് ഓഫീസ് ആക്രമിക്കുന്ന ഉൾപ്പെടെ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇതാണ് ചെയ്യുന്നത് CPM. പാനൂരിലെ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ പാനൂരിലെ ആക്രമണം, പയ്യന്നൂരിലെ ആക്രമണം, എവിടെയെങ്കിലും ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട്, അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം. എത്ര തരംതാണ രീതിയിലാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയുടെ അവർ ചെയ്യും. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം ഇപ്പോഴും ആ അധികാരവും പോലീസിനെയും ഗുണ്ടകളെയും ക്രിമിനലുകളെ ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ ഒരുത്തന്റെ കൈയേറ്റുപോയി. ഒരു പടക്കം ഉണ്ടാക്കിയാന്ന് പറയാം, ക്രിസ്മസിന് പടക്കം, ധർമ്മടത്ത് പടക്കം ഉണ്ടാക്കിയപ്പോ കൈ പോയാന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇതിന് കൂട്ടുനിൽക്കാണ്. ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണത്തിന് കൂട്ടുനിൽക്കുക. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. സ്വന്തം നിയോജകമണ്ഡലം, സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി, പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അത് കേരളത്തിലെ CPM ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എല്ലായിടത്തും അടിച്ചോളാനാണ്, അല്ലേ? തോറ്റു കഴിഞ്ഞപ്പോ പെരിന്തൽമണ്ണ തോറ്റത്രയേ ഉള്ളൂ. ജനവിധിയാണത്. ആ ജനവിധിക്കെതിരായിട്ടാണ് അക്രമം അഴിച്ചുവിടുന്നത്. ലീഗ് ഓഫീസ് ആക്രമിക്കുക, അക്രമം അഴിച്ചുവിടുക വ്യാപകമായി. ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ എന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കോ? നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ജനങ്ങളെ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മറക്കണ്ട.